2018 ഭയങ്കര ക്രൂഷ്യൽ ടൈമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇരുന്നാലും ആസ് എ പ്ലെയർ മതി, ഇനി കളിക്കണ്ട എന്ന് തോന്നി. ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് 2017 എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി. ഇഞ്ചുറിയുടെ സമയത്ത് ഞാൻ ക്യാപ്റ്റനായിരുന്നു ടീമിൻ്റെ. അത് കഴിഞ്ഞു ഒരു വർഷം 8 മാസത്തോളം ടീമിൻ്റെ പുറത്തായി. തിരിച്ചു വന്നു ക്യാമ്പിൽ, ഇന്ത്യൻ ടീമിൽ കളിച്ചു. അപ്പോഴും ക്യാപ്റ്റൻഷിപ്പ് തിരിച്ചൊന്നും കിട്ടിയില്ല. നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കളിക്കുന്നു, പെർഫോമൻസ് ചെയ്യുന്നു, നന്നായി പോകുന്നു. അത് കഴിഞ്ഞ് ഒരു ഇന്ത്യൻ കോച്ച് തിരിച്ചു വരുന്നു, ഹരീന്ദർ സിംഗ് എന്നുള്ള പേരുള്ള ഒരു ഇന്ത്യൻ കോച്ച് തിരിച്ചു വരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ശ്രീ, എൻ്റെ ടീമിൽ നീയാണ് ക്യാപ്റ്റൻ. അങ്ങനെ ഹോക്കി ഇന്ത്യ വേൾഡ് കപ്പ് വരെ എന്നെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ ടീമിനെ കൊണ്ട് പോകുന്നു. നമ്മൾ എന്താ പറയുന്നത്, കോമൺവെൽത്ത് പോയി. കോമൺവെൽത്ത് അല്ല, നമ്മൾ അടുത്തത് പോയത് ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് സിൽവർ മെഡലുണ്ട്. അതിനുശേഷം ഏഷ്യൻ ഗെയിംസിന് പോകുന്നു. ഏഷ്യൻ ഗെയിംസിന് പോകുമ്പോൾ നമ്മൾ ഷൂട്ട് ഔട്ടിൽ സെമി ഫൈനലിൽ തോക്കുന്നു. മലേഷ്യയുമായിട്ട് ഷൂട്ട് ഔട്ടിൽ തോറ്റു. അപ്പം ഞാൻ ക്യാപ്റ്റനാണ്, ഗോൾ കീപ്പറുമാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി ചെയ്തു. 5 ഷൂട്ട് ഔട്ടിൽ 3 ഞാൻ തടുത്തിട്ടു. പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അതൊരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. ദൈവമേ, ഞാൻ കാരണം ടീം തോറ്റല്ലോ. അതിനുശേഷം എന്നാലും നമ്മൾ നന്നായി കളിച്ചു. നമ്മൾ ബ്രോൺസ് മെഡൽ വിൻ ചെയ്ത് തിരിച്ചു വന്നു. അതിനുശേഷം നാട്ടിൽ വന്നു, കുറച്ചു കാലം കഴിയുന്നു. അന്ന് മറ്റേ എന്താ പറയുക, കോൻബനഗ കറുപ്പതിയിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്നൊരു ദിവസം ഒരു കോൾ വരുന്നു. കോച്ച് എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീ, ഹോക്കി ഇന്ത്യയിൽ നിന്നൊരു കോൾ വന്നു, നമുക്ക് ക്യാപ്റ്റൻഷിപ്പ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം ഒരു റീസൺ പറയണല്ലോ. അപ്പോൾ അവർ തന്നൊരു റീസൺ എനിക്ക് വാലിഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറേ, ഒരു പക്ഷേ എനിക്ക് തരാതിരിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എനിക്കെന്ന് തോന്നുന്നത് എൻ്റെ പെർഫോമൻസ് നല്ലതല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ എന്നെ മാറ്റുന്നത്? അപ്പോൾ അതുകൊണ്ടല്ല. പക്ഷെ അതിന് തന്നൊരു റീസൺ വാലിഡ് അല്ലായിരുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് ഒരു അടിയായി. അത് കഴിഞ്ഞ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പോകുന്നു. ഞാനവിടെ ബെസ്റ്റ് ഗോൾ കീപ്പറൊക്കെ ആയി. തിരിച്ചു വരുന്നു, വേൾഡ് കപ്പ് പെർഫോം ചെയ്യുന്നു. വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്താണ് അച്ഛന് ഹാർട്ടിന് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ICUലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന്, ഭുവനേശ്വറിലായിരുന്നു വേൾഡ് കപ്പ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു മാച്ച് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നു. ഞാൻ നേരെ കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ രാവിലെ ICUയിൽ ഇരിക്കുകയാണ്. അപ്പം ICUവിൻ്റെ മുമ്പിലിരിക്കുന്നു, ഡോക്ടർമാർ സംസാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുവാണ്. മീഡിയാസ് ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നു. അതിനകത്തൊരു ക്യാപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ദർ ഇസ് എ ഹോൾ ഇൻ ദ ഇന്ത്യൻ വാൾ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് വരുന്നത്. അതായത് വൻമതിലൊരു വിള്ളൽ. എന്നിട്ട് അപ്പം ഇങ്ങനെ ആരോ ഫോർവേഡ് ചെയ്തിരിക്കും. അപ്പം ഞാനിന്ന് വായിക്കുക. അപ്പം ഞാനിന്ന് വായിക്കുന്ന സെനാരിയോ എങ്ങനെയാണ്, എൻ്റെ കഴിഞ്ഞ പെർഫോമൻസ് നല്ലതല്ല, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻഷിപ്പിൽ നിന്ന് പുറത്തു പോകുന്നു, വേൾഡ് കപ്പിൻ്റെ പെർഫോമൻസും വലിയ നല്ലതല്ല, പക്ഷെ എന്നാലും ടീം നന്നായി കളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് മുമ്പിൽ, ICUവിന് മുമ്പിൽ അച്ഛനെ കാത്തിരിക്കുന്നു. അപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഹോക്കി ഇന്ത്യയുടെ PR ഗ്രൂപ്പും അവരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ പറഞ്ഞു, ശ്രീ, കുറേ ന്യൂസൊക്കെ വരുന്നുണ്ട്, നീ വായിക്കരുത്, അല്ലെങ്കിൽ നീ അത് ആർക്കും റെസ്പോണ്ട് ചെയ്യണ്ട. അപ്പോൾ ഞാനത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തോടെ എല്ലാം തീർന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ എക്സ്ട്രീമിലെത്തി നിൽക്കുവാണ്.